പകർച്ചപ്പനിക്ക് കാരണമായ മാലിന്യനിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നു. പൊതുജന സഹകരണത്തോടെ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. എന്നാൽ പൂർണ്ണ വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യമാണ് പകർച്ചപ്പനി വ്യാപിക്കാനിടയാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പനിയടക്കമുള്ള പകർച്ചവ്യാധികൾ വ്യാപിക്കുന്നത് തടയാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അഭ്യർത്ഥിച്ചു. അതേസമയം പനി നേരിടുന്നതിന് സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ആരോഗ്യ അടിയന്തരാവസ്ഥ എന്ന ആവശ്യം ഭയപ്പെടുത്താനാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇത്തിരി പനി കൂടും എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇടപെട്ടു. എന്നാൽ അതിനോടൊപ്പം മുഴുവൻ നാട്ടുകാരും നിൽക്കണം. ആശുപത്രികളിൽ കൂടുതൽ ജീവനക്കാരെ നിയമിച്ചത് ഈ സർക്കാരാണെന്ന്, ആരോഗ്യ പ്രവർത്തകരെ പിരിച്ചുവിട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തോട് മന്ത്രി പ്രതികരിച്ചു. പനി പ്രശ്നം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ആരോഗ്യവകുപ്പ് മുൻകൈയെടുത്ത് പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പനി ബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പനി ബാധിച്ച് ചികിത്സയ്ക്കെത്തിയവരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ ഇന്നലെ 1000-ലധികം പേർ കൂടുതലായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പിന്റെ കണക്ക് തന്നെ വ്യക്തമാക്കുന്നു. പനി വാർഡുകളിൽ പരിശോധനയ്ക്ക് ഡോക്ടർമാർ എത്താത്ത ദുരവസ്ഥയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കണ്ടത്. ഡോക്ടർ വന്ന് നോക്കിയിട്ട് 3 ദിവസമായി. ഇന്നലെ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ഇന്ന് വരുമെന്ന് പറഞ്ഞു, വന്നില്ല. ബ്ലഡ് കൗണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നഴ്സ് പറയും സാരമില്ല, വെള്ളം കൊടുത്താൽ മതി. പനി നേരിടുന്നതിൽ ആരോഗ്യമന്ത്രി പരാജയപ്പെട്ടതിനാൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ നേരിട്ട് നിരീക്ഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് ആവശ്യപ്പെട്ടു. ശുചീകരണ പ്രവർത്തനത്തിന് UDF മുന്നിട്ടിറങ്ങുമെന്നും എന്നാൽ പനി വിഷയത്തിൽ സമരത്തിനില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പ്രതിപക്ഷം സമരത്തിനൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും രോഗികളെ സഹായിക്കാനുള്ള പദ്ധതികൾക്കുമാണ് ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത്. ജനറൽ ആശുപത്രിയിലെ പനി വാർഡ് പ്രതിപക്ഷ നേതാവും ജില്ലയിലെ കോൺഗ്രസ് MLA മാരും സന്ദർശിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.